ശോഭാ സുരേന്ദ്രനെതിരെ ഒരിടവേളയ്ക്ക് ശേഷം ബി.ജെ.പിയിലെ വി മുരളീധര പക്ഷത്ത് പടയൊരുക്കമാണ്. ഇത്തവണ അതിന് വഴിയൊരുക്കിയത് ശോഭാ സുരേന്ദ്രൻ തന്നെ. വിവാദ ദല്ലാൽ ടി.ജി. നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലും ഇ.പി. ജയരാജനെ ബി.ജെ.പിയിൽ എത്തിക്കാൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളിലും ബി.ജെ.പിക്കുള്ളിൽ രോഷം പുകയുകയാണ്. ഒന്നും സംസ്ഥാന നേതൃത്വം അറിയാതെയായിരുന്നു. ഉപാധ്യക്ഷയായ ശോഭയ്ക്കെതിരെ നേതൃത്വം രംഗത്തിറക്കിയത് മറ്റൊരു ഉപാധ്യക്ഷനും വി മുരളീധര പക്ഷത്തെ പ്രധാനിയുമായ പി രഘുനാഥിനെയാണ്. ശോഭയ്ക്കെതിരായ നേതൃത്വത്തിന്റെ വിമർശനം പി രഘുനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല. ബി.ജെ.പിയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വെച്ചല്ല. ശോഭാ സുരേന്ദ്രനുള്ള കൃത്യമായ മുന്നറിയിപ്പ്. പാർട്ടിയിൽ ആളെ ചേർക്കാൻ സംഘടനയിൽ കൃത്യമായ വ്യവസ്ഥയുണ്ടെന്ന് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാമെന്ന വിമർശനത്തിലൂടെ ഭാരവാഹിയായ ശോഭാ സുരേന്ദ്രൻ അത് ലംഘിച്ചെന്ന പരസ്യമായ കുറ്റപത്രമാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ചുമതലയുള്ള താൻ ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഇ.പി.യെ ബി.ജെ.പിയിൽ എത്തിക്കാൻ ശ്രമിച്ചെന്നും 3 തവണ ഇ.പി.യെ കണ്ടെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് ഇതിനുള്ള നീക്കം നടത്തിയതും ഭൂമി കച്ചവടത്തിനായി സാമ്പത്തിക ഇടപാട് നടത്തിയതും ബി.ജെ.പി നേതൃത്വം ഗൗരവത്തോടെ കാണുന്നു. വോട്ടെടുപ്പിന്റെ തലേ ദിവസങ്ങളിൽ മാത്രമല്ല, കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയ മണിക്കൂറുകളിൽ പോലും നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഇ.പി. ജയരാജനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ കഥകൾ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് ബി.ജെ.പി CPM ബാന്ധവും അന്തർധാരയും ഉണ്ടെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഇത് കരുത്തു പകർന്നിട്ടുണ്ടോ എന്ന് ബി.ജെ.പിയിൽ ആശങ്കയുണ്ട്. വോട്ടർമാരെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതാണ് പുതിയ ഭയം. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിരുവനന്തപുരത്ത് ബി.ജെ.പി ഭാരവാഹി യോഗം വിളിച്ചിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ ഇടപാടുകൾ യോഗത്തിൽ വലിയ ചർച്ചയ്ക്കും വിമർശനത്തിനും വഴിയൊരുക്കുമെന്ന് പരസ്യ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.